ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പൊ മാത്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ആണ് വരിക എന്ന് ഡൗട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോയിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാർത്തിക് ഹാസ് 8 റെഡ് ആൻഡ് 12 ഗ്രീൻ ബീഡ്സ്. കാർത്തിക്കിന്റെ കയ്യിൽ 8 റെഡ് ബീഡും അതേപോലെ 12 ഗ്രീൻ ബീഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, റെഡും ഗ്രീനും എടുക്കുകയാണെങ്കിൽ യെസ്, റെഡും ഗ്രീനും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. റെഡ് ബീഡ്സ് എത്രയാണ്? 8 എണ്ണമാണ്. അതേപോലെ 12 ആണ് നമ്മുടെ ഗ്രീൻ ബീഡ്സ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതിടാ? 8:12 അഥവാ 8 അംശബന്ധം 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ചെറുതാക്കി എഴുതാം. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആയിരിക്കണം നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റി നോക്കിയാലോ. യെസ്, ഇത് 2ന്റെ ടേബിളിൽ പോലെടാ. 2 into 4 എന്ന് പറയുന്നത് 8 ആണ്. 2 into 6 എന്ന് പറയുന്നത് 12 ആണ്. വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റും. 2ന്റെ ടേബിളിൽ വരും. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 2 അംശബന്ധം 3 എന്നാണ്, അഥവാ 2:3 എന്നാണ് നമ്മുടെ ഫസ്റ്റ് ആൻസറിന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ബീഡ്സ് പ്രിയ ഹാസ്. പ്രിയയുടെ കയ്യിൽ ടോട്ടല് 40 ബീഡ്സ് തന്നെയാണ്. അതിൽ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ സെയിം റേഷ്യോ ആണ് ഉള്ളത്. അതായത് കാർത്തിക്കിന്റെ കയ്യിലുള്ളതും പ്രിയയുടെ കയ്യിലുള്ള റെഡ് ബീഡുകളുടെയും റെഡിന്റെയും ഗ്രീനിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യം കൂടെ ചെയ്തു നോക്കാം അല്ലെ. രണ്ടുപേരുടെയും അംശബന്ധം എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് റെഡ് ഇസ് ടു ഗ്രീന്റെ അംശബന്ധം 2:3 തന്നെയാണ്. പക്ഷെ എന്താണ്, പ്രിയയുടെ കയ്യിൽ 40 ബീഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ നമ്മുടെ പ്രിയക്കുട്ടിയുടെ കയ്യിലുള്ളത് 40 ബീഡ്സ് ആണ്. അങ്ങനെയെങ്കിൽ പ്രിയയുടെ കയ്യിൽ എത്ര റെഡ് ബീഡ്സ് ആണ്, എത്ര ഗ്രീൻ ബീഡ്സ് ആണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ അല്ലെ എങ്ങനെയാണെന്നുള്ളത്. മക്കളെ എന്ത് ചെയ്താൽ മതിയിടാ? നമ്പർ ഓഫ് റെഡ് ബീഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ റെഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ആകെയുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2 + 3 5 ആണ്. ടോട്ടൽ ബീഡ്സ് എന്ന് പറയുന്നത് 40 ആണ്. സെറ്റ് അല്ലേ? 5 × 8 എന്ന് പറയുന്നതാണ് 40. 2 × 8 അഥവാ 2 into 8 എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയെങ്കിൽ 16 റെഡ് ബീഡ് ഉണ്ടെന്ന് കിട്ടി. അതേപോലെ ഗ്രീൻ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഗ്രീനിന്റെ റേഷ്യോ എത്രയാണ്? 3. ആകെയുള്ള റേഷ്യോ എന്ന് പറയുന്നത്, റേഷ്യോകളെ തമ്മിൽ ആഡ് ചെയ്യാം. 2 + 3 5 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ 5 × 8 എന്ന് പറയുന്നത് വീണ്ടും 40 ആണ്. 3 into 8 എന്ന് പറയുന്നത് എത്രയാടാ? 24 ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 6ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. 2 + 1 3, 3 + 1 4, 40. സെറ്റ് അല്ലേ? ഇതിനെ ഇനി ഈസി ആയിട്ട് നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ചും ചെയ്യാമെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മിസ് ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്സ് ഉണ്ടായാൽ മതി എന്നുള്ളൊരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുറേ പേര് പറഞ്ഞു മിസ്സേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, മിസ് പറഞ്ഞ ഈ ഒരു ഷോർട്ട് ട്രിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. മക്കളെ അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്റ്റെപ്സ് എഴുതാത്തതുകൊണ്ട്, നിങ്ങൾ നേരെ ആൻസർ എഴുതി വെക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത്. അപ്പൊ സ്റ്റെപ്സ് എഴുതി ഓരോന്നിനും സ്റ്റെപ്പുകൾ കൃത്യമായി സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ 2 അംശബന്ധം 3 2:3 ആണ് നമ്മുടെ റെഡ് ഇസ് ടു ഗ്രീൻ. 2ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 5 കിട്ടും, 5 കിട്ടും. 5ന്റെ എത്ര മടങ്ങാണ് 40 എന്ന് കണ്ടുപിടിച്ചാൽ മതി. 5 × 8 ആണ് 40. 5 into 8 ആണ് 40. ഇനി നമ്പർ ഓഫ് റെഡ് ബീഡ്സ് കിട്ടണമെങ്കിൽ ഇവിടെ into 8 ചെയ്യാം, ഇവിടെയും into 8 ചെയ്യാം. 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. 3 × 8 എന്ന് പറയുന്നത് 24 ആണ്. സെറ്റ് അല്ലേ? ഇത്രേ ചെയ്യാനുള്ളൂ. സിമ്പിൾ ആണ്, ഈസി ആണ്, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ മിസ് വീണ്ടും ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബാച്ച് ഓപ്പൺ ആയിരിക്കുകയാണ് മക്കളെ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം എന്നുള്ള കാര്യം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ മക്കളെ, ആനുവൽ എക്സാം എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര എളുപ്പമാവാനുള്ള സാധ്യതകൾ
വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന അത്രയും, ചെയ്യാൻ പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മാക്സിമം ഈ ഒരു സമയത്ത് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സായിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു ബാച്ചാണ് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിലബസ് കംപ്ലീഷൻ അതേപോലെ റിവിഷനുമാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബാച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും, ആദ്യം മുതലുള്ള ക്ലാസ് കിട്ടുമോ, ഇത്രയും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും മക്കളെ. തീർച്ചയായും ആദ്യം മുതലുള്ള ക്ലാസ്സുകളുടെ ലൈവും റെക്കോർഡഡ് സെഷൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. എത്രയും വേഗം ഇതിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് തന്നെയാണ് മിസ് പറയുന്നത് കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ യെസ്, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ.